സോ ഗൈസ് നമ്മൾ ഒരു കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മൾ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി ഒരു പ്ലാനിങ് ആയിട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കെട്ടെല്ലാം നിറച്ച് വെച്ചതിന് ശേഷം വീട്ടിൽ നിന്നാണ് പോയത്. അങ്ങനെ അവിടെ നേരെ നമ്മൾ വണ്ടി എടുത്ത് ബൈക്കിലായിട്ടോ പോയത്. അപ്പോൾ ബൈക്ക് എടുത്ത് നേരെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ജ്യൂസും കുടിച്ച് ഫുഡും കഴിച്ച് നേരെ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു കൊല്ലം ആ ഭാഗം നാവായിക്കുളം ആ ഭാഗമൊക്കെ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വണ്ടിയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ വണ്ടിയിൽ പോകുന്ന റിസ്ക് ആണോ എന്നൊക്കെ ചോദിച്ചാൽ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ആണ്. എന്നാലും നമ്മൾ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. പക്ഷേ നല്ലൊരു അഡ്വഞ്ചർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളൊരു എത്ര മണിക്കാണ് ഇവിടെ നിന്നൊരു 9 മണിക്കാണ് തിരിച്ച് 2 മണിയായപ്പോൾ പമ്പയിലെത്തിയായിരുന്നു കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് വലിയ സ്പീഡിലൊന്നും ഇല്ലായിരുന്നു, നോർമലായിട്ട് തന്നെയാണ് പോയത്. അപ്പം പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ പമ്പ ബസ് കണ്ടായിരുന്നേ. അങ്ങനെ ആ പമ്പ ബസ്സിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. അപ്പം നമുക്കും ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ചായ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി ഏകദേശം നമ്മളൊരു ഫോറസ്റ്റ് ഏരിയക്കകത്ത് എത്താറായി കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന എല്ലാം ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ ഡേഞ്ചർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു മലയാള മാസം ആ ഒരു ദിവസങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് തലേ ദിവസം നമ്മൾ പോയത്, അതായത് നാളെ 1-ാം തീയതി ആണെങ്കിൽ ഇന്ന് തലേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടികളൊക്കെ ശബരിമലയിൽ പോകുന്ന ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ പിറകെയും നമ്മളെ പിറകെയായിട്ടൊക്കെ വണ്ടികളൊക്കെ വന്നു. നേരെ നിലയ്ക്കലെത്തി കേട്ടോ. നിലയ്ക്കലെത്തിയപ്പോഴത്തേക്കും നിലയ്ക്കലും 2-3 വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. നമ്മളെന്തായാലും അവിടെ നിന്നില്ല, നേരെ പമ്പയിലോട്ട് വിട്ടു. നേരെ പമ്പ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലെത്തി കേട്ടോ. അപ്പം നമുക്ക് വണ്ടി എവിടെയെങ്കിലും വെക്കണമല്ലോ, നമ്മൾ 2 വീലറിലേ പോയത്. അങ്ങനെ നേരെ 2 വീലറിൽ വണ്ടിയൊക്കെ വെച്ച് പാർക്ക് ചെയ്ത് ഒതുക്കി എല്ലാം സേഫ് ആക്കിയതിന് ശേഷം നേരെ പമ്പയിലോട്ട് ഇറങ്ങിയായിരുന്നേ. അപ്പോൾ പമ്പയിൽ ഇറങ്ങി നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ എത്തി. ഒരു അരമണിക്കൂർ മാക്സിമം ഒരു 3/4 മണിക്കൂർ എടുത്തായിരുന്നു. കുളിച്ച് ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം നമ്മൾ കെട്ടും എടുത്തുകൊണ്ട് തിരിച്ച് മല കയറാൻ തുടങ്ങിയായിരുന്നു. ഒരു 3-3:30 ആയപ്പോഴത്തേക്കും എന്തായാലും നമ്മൾ 3:30 ആയപ്പോൾ തന്നെ നമ്മൾ മല കയറാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മളോട് പ്ലാൻ എന്ന് വെച്ചാൽ 5 മണിക്ക് നിർമ്മാല്യം തൊഴാനുള്ള പ്ലാനിങ്. അപ്പോൾ ഈ തിരക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും നിർമ്മാല്യത്തിന് പോയാൽ നമുക്ക് കിട്ടത്തില്ല എന്ന്. അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡിലും ആണ്, എന്നാലും പതുക്കെയാണ്, ആ ഒരു കണക്കിലാണ് കേട്ടോ പോയത്. അപ്പം നമ്മളെന്തായാലും അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് അയ്യപ്പ സ്വാമീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു മഞ്ഞും ആ ഒരു കാലാവസ്ഥ ക്ലൈമറ്റെല്ലാം നല്ല ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉണ്ട വഴിപാടിൻ്റെ അവിടെ പോയി കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ട എറിയുന്നുണ്ട്. നമ്മൾ പോകുന്ന സമയത്തൊക്കെ വാങ്ങിച്ചെറിയാറുണ്ട്. അങ്ങനെ നമ്മൾ 2 ഉണ്ട മേടിച്ച് എറിഞ്ഞു കൊടുത്തായിരുന്നു. അതൊക്കെ ഒരു ആചാരങ്ങളൊക്കെ അല്ലയോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും മരക്കൂട്ടത്തിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെ എത്തിയായിരുന്നേ. അപ്പം പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കൂടുതലും മലയാളീസാണ് കേട്ടോ. മലയാള മാസമൊക്കെ വരുന്നത് സീസണിലാണ് വേറെ നോർത്ത് ഇന്ത്യൻസ് കൂടുതലും വരുന്നത്. അപ്പം എല്ലാവരുമായിട്ട് മലയാളികളായതുകൊണ്ട് നമ്മൾ ഏകദേശം പോകുന്നവരോടെല്ലാം സംസാരിച്ചിട്ട് ഒരു ഇതൊക്കെയായിട്ടോ പോയത്. അങ്ങനെ നേരെ നമ്മൾ ഒരു 6:30 ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അയ്യപ്പനെ കാണാൻ വേണ്ടി, സ്വാമിയെ കാണാൻ വേണ്ടി നമ്മൾ കയറാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം വലിയ ക്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ക്യൂ ഇല്ല. അപ്പം ഞാൻ പോയ ടൈമെല്ലാം എനിക്ക് ഈ 2 സൈഡിൽ കൂടെ ആയിട്ടോ കയറിയത്. അപ്പോൾ പോലീസൊക്കെ പിടിച്ച് പോകുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു എല്ലാ പടിക്കെട്ടും തൊഴുതു പോകാനൊന്നും പറ്റിയില്ല. ഈ പ്രാവശ്യം എന്നാ ചെയ്തെന്നറിയോ, നടുക്കൂടെ ആയിട്ടോ പോയത്. നടുക്കൂടെ പോയപ്പോഴത്തേക്ക് എല്ലാ പടിക്കെട്ടും തൊഴാനും പറ്റി, നല്ല രീതിക്ക് കയറി അയ്യപ്പനെ എല്ലാം കണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ എൻട്രൻസിൽ കൂടെ കയറി നേരെ വരുന്ന ഭാഗത്ത് തന്നെ അയ്യപ്പനെ കാണാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. മുമ്പാണെങ്കിൽ കറങ്ങിയൊക്കെ വരണമായിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിൽ കൂടെ തന്നെ സോപാനം വഴി കൂടെ കയറ്റി വരുന്നത്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് മാളികപ്പുറത്ത് പോയി. മാളികപ്പുറത്ത് ആൾക്കാർ തേങ്ങയൊക്കെ ഉരുട്ടുന്ന കണ്ടായിരുന്നു. അതിന് നേരെ ഭസ്മക്കുളത്തിലും പോയി കുറച്ച് നേരം തിരിച്ച് അരവണയെല്ലാം മേടിച്ചിട്ട് തിരിച്ച് അയ്യപ്പൻ്റെ മുമ്പിൽ വന്ന് കുറച്ച് നേരം നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളെ ഷെഡിൻ്റെ അവിടെ ഒരു അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം ഉണ്ട്. നമ്മൾ അവിടെയും കുറച്ച് നേരം നിന്ന് അങ്ങനെ തിരിച്ച് മലയിറങ്ങുന്ന സമയത്താണെങ്കിൽ കുറേ കുരങ്ങന്മാർ കേട്ടോ. സിംഹവാല കുരങ്ങന്മാർ അല്ലാണ്ട് കുറേ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നേരെ തിരിച്ച് വണ്ടിയെടുത്ത് പുറപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വീഡിയോസൊക്കെ എടുക്കാത്തതെന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്താണെന്നറിയോ, റേഞ്ചും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ പിന്നെ ഫോണൊക്കെ ഉള്ളിലൊക്കെ വെച്ചിരുന്നു. നമുക്ക് ബാഗ് കൊണ്ടുപോയിരുന്നെങ്കിലും ബാഗിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു. അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ സൈഡിൽ നിർത്തി കൈയും കാലും മുഖം കഴുകി. നമുക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. എന്നാലും നമുക്ക് അടുത്ത പോകേണ്ടത് നേരെ
നമ്മൾ 1-2 അമ്പലം കൂടെ ഫോക്കസ് ചെയ്താൽ പോയത്. അങ്ങനെ നേരെ നമ്മൾ പന്തളം കൊട്ടാരത്തിൽ ആദ്യം പോയിട്ടോ. പന്തളം കൊട്ടാരത്തിൻ്റെ താഴെ തന്നെ അമ്പലം തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ കുളത്തിൻ്റെ സൈഡിലൊക്കെ കേട്ടോ ഇരുന്നത്. കുളത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം അമ്പലം എന്തായാലും വൈകിട്ടേ തുറക്കത്തുള്ളൂ, നമുക്കെന്തായാലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരെ പന്തളം കൊട്ടാരത്തിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെ നിന്ന് എല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ എങ്ങനെയാണ് അവിടെ നിന്ന് തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും കൂടെ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങാണ്. സംഭവം ഇതിനിടയിൽ കുറേ അമ്പലം നമ്മൾ പോകാൻ വേണ്ടി നിന്നത്. അപ്പം തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് നെയ്യഭിഷേകമൊക്കെ കൊടുത്തിട്ട് വന്നപ്പോൾ കുറച്ച് ഡിലേ ആയി. അങ്ങനെ നേരെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഒരു തേങ്ങ ഉടച്ച് നമ്മൾ നേരെ